ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ പ്ലഗ്. അതായത് ഇൻ്റർനാഷണൽ പ്ലഗ് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം വരുന്നത്. മെയിനായിട്ട് വരുന്നത് കണ്ടോ, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. പുറമേ നിന്ന് വരുന്ന, അതായത് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും വന്ന കാര്യങ്ങളിൽ അതിൻ്റെ മൊബൈൽ ചാർജിങ്ങും കാര്യങ്ങളും അവിടെ നിന്ന് ഉപയോഗിക്കുന്ന ഡിവൈസും കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ പ്ലഗും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ പ്ലഗ് നമുക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കണക്ഷൻസാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഫേസ് ന്യൂട്രൽ എർത്താണ് വന്നിരിക്കുന്നത്. ഇൻവെർട്ടർ ഫേസും വന്നിട്ടുണ്ട്. പച്ച വന്നിരിക്കുന്നത് എർത്താണ് വന്നിരിക്കുന്നത്. പച്ച കറക്റ്റ് ചെയ്ത് നമ്മൾ എർത്തിലേക്ക് കൊടുത്തു. പിന്നെ ന്യൂട്രൽ വന്നിരിക്കുന്നത് ന്യൂട്രൽ എപ്പോഴും പ്ലഗിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം കൊടുക്കേണ്ടത്. അത് നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാ എൻ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ആ എൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, ന്യൂട്രൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പല രീതിയിൽ നമ്മൾ മാറ്റി കൊടുക്കുന്ന ജസ്റ്റ് കണ്ടിട്ടുണ്ട്. ഏറ്റവും നല്ലത് ആ പറയുന്ന രീതിയിൽ എൻ എന്ന് മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ന്യൂട്രൽ കൊടുക്കുക. അതായത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം, ഒരു പ്ലഗിൻ്റെ ഒരു സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം ന്യൂട്രൽ വരുന്നത്. പിന്നെ നമ്മൾ ഇൻവെർട്ടർ ഫേസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഇൻവെർട്ടർ ഫേസ് നമ്മൾ സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത്. വൺ വേ സ്വിച്ചിലേക്ക് കൊടുത്തു. 6 ആംസിൻ്റെ വൺ വേ സ്വിച്ചിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ സ്വിച്ച് ഓയിൽ കൺട്രോൾ ചെയ്ത് നേരെ വരുന്നത് പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുക്കണം. കണ്ടോ, എല്ല് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ, എല്ല് എന്ന് മാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് റൈറ്റ് സൈഡ് ആയിരിക്കണം. അതായത് എപ്പോഴും സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അത് നമ്മുടെ ഏത് ഡിവൈസ് എടുത്ത് നോക്കിയാലും, ഫ്രിഡ്ജോ ഏത് ടൈപ്പ് ഫ്രിഡ്ജ് എടുത്ത് നോക്കിയാലും അതിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കും അതിൻ്റെ ഫേസ്, അതിന് എല്ല് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ന്യൂട്രും റൈറ്റ് സൈഡ് ഫേസുമായിട്ട് വരാവുന്ന രീതിയിൽ വേണം നമ്മുടെ ഡിവൈസ്, നമ്മുടെ കണക്ഷൻ കൊടുക്കാൻ കാര്യങ്ങളെല്ലാം. പിന്നെ അതുപോലെ തന്നെ വൺ വേ സ്വിച്ച്, നമുക്കിത് ലെഗ്രാൻഡിൻ്റെ മോഡലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലെഗ്രാൻഡിൻ്റെ മോഡൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലോക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ടോപ്പ് ഇനി നമ്മൾ ഇത് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ടോപ്പിൽ വേറെ ഒരു സെപ്പറേറ്റ് ഷീറ്റ് കൂടി വരുന്നുണ്ട്. ഇത് നമ്മൾ 3 മോഡുകളാണ് ഓൾറെഡി നമ്മൾ മെറ്റൽ ബോക്സ് വെച്ചിരിക്കുന്നത്. 3 മോഡുകൾ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വിച്ച് ഒരു മോഡുകളായിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ ഒരു സ്വിച്ച് ഒരു മോഡുകൾ, ഒരു പ്ലഗ് വരുമ്പോൾ 2 സ്വിച്ചിൻ്റെ സ്പേസ് വരുന്നുണ്ട്, 2 മോഡുകൾ. അങ്ങനെ ടോട്ടൽ 3 മോഡുകളുടെ മെറ്റൽ ബോക്സ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ 3 മോഡലിലും മെറ്റൽ ബോക്സിൽ തന്നെ നമ്മൾ പറയുമ്പോൾ 3 മോഡുകളുടെ തന്നെ ഷീറ്റ് വാങ്ങിക്കണം. അതുപോലെ തന്നെ ആ ഇൻ്റർനാഷണൽ പ്ലഗ് കൂടി നമുക്ക് കിട്ടും. ഇൻ്റർനാഷണൽ പ്ലഗ് നിങ്ങൾക്ക് കാണാൻ വ്യത്യാസമുണ്ട് കണ്ടോ, സാധാരണ പ്ലഗ്ഗായിട്ട് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് ഇൻ്റർനാഷണൽ പ്ലഗ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് ടൈപ്പ് പ്ലഗ് വന്നാലും നമുക്ക് അതിനകത്ത് കുത്തി യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ പ്ലഗ് വയ്ക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും ഒരു അത്യാവശ്യമായിട്ട് ഒരു 1-2 സ്ഥലങ്ങളിൽ ഇൻ്റർനാഷണൽ പ്ലഗ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.